മുഖത്തെ തിളക്കം കൂട്ടാനും മുഖത്തെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ കാര്യങ്ങൾ മാത്രം മതി നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ തിളക്കം വെക്കുന്നതാണ്. വെറുതെ പറയുകയല്ല, നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലപോലെ ഒരു മാറ്റം നേടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ നല്ലപോലെ ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും നിങ്ങൾക്ക് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ആട്ടപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി കൊണ്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്ര തന്നെ ചർമ്മത്തിന് തിളക്കമില്ലാത്തവർക്കും ഇത് ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ നിറം വെക്കുന്നതാണ്. എന്തായാലും നമുക്കത് ചെയ്തിട്ടുള്ള ചേഞ്ചസും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. ആട്ട കൊണ്ടുള്ള കിടിലൻ ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 10-15 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത. ഒരിക്കലുമില്ല. ഒരേ ഒരു സ്റ്റെപ്പിൽ ആട്ട കൊണ്ടുള്ള കിടിലൻ ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു ഫേഷ്യൽ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും നല്ലപോലെ ഒരു ഗ്ലോ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ആട്ടപ്പൊടി നമ്മുടെ ചർമ്മത്തിന് നല്ലപോലെ നിറം നൽകാനും ആട്ടപ്പൊടിയിൽ നിന്ന് സാധിക്കും. ആട്ടപ്പൊടിയിൽ കൂടുതലും പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ചർമ്മത്തിന് ഒരു പരിമിതി വരെയും നിറം നൽകാൻ സഹായിക്കുന്നതാണ്. ആട്ടപ്പൊടിയിൽ കൂടുതലും നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുമൊക്കെ ആട്ടപ്പൊടിയിൽ നിന്ന് സാധിക്കും. ആട്ടപ്പൊടി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്താലും ചർമ്മത്തിനൊരു നിറം നൽകുന്നതാണ്. ഞാൻ എന്തായാലും ആട്ടപ്പൊടിയാണ് നമ്മുടെ മെയിൻ സംഭവം ആയതുകൊണ്ട് ആദ്യമേ തന്നെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. ആട്ടപ്പൊടി ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. കറിയൊക്കെ കുഴച്ച പാത്രത്തിനൊന്നും ചെയ്യരുത് കേട്ടോ, നമ്മുടെ മുഖം നീറും. 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി പൗഡർ ഇല്ല, നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ബുദ്ധിമുട്ടുണ്ട് സ്കിന്നിന് ഇടുന്നെങ്കിൽ കോഫി പൗഡർ ചേർക്കണ്ട. അതിന് പകരം നിങ്ങളുടെ കൈകളിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ, വീട്ടിലുള്ള മഞ്ഞൾ, അതായത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത്, കസ്തൂരി മഞ്ഞൾ പൗഡർ ഉപയോഗിക്കാനായിട്ട് നോക്കണം. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 2 കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് അരിപ്പൊടിയും നമ്മുടെ ചർമ്മത്തിന് നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനും നല്ലപോലെ ഗ്ലോ ആക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അരിപ്പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഗുണം നൽകുന്നതാണ്. നമ്മുടെ സ്കിന്നിന് മെലാനിൻ്റെ അളവിനെ കൂട്ടിയാലേ നമ്മുടെ സ്കിൻ നല്ലപോലെ നിറം നൽകുകയുള്ളൂ. ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിനകത്തെ ഗ്ലൂട്ടാത്തോണിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നിറം കുറഞ്ഞു പോകും. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും സ്കിന്നിന് നിറം നൽകുന്ന ഗ്ലൂട്ടാത്തോണിൻ്റെ അളവിനെ കൂട്ടാനും സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും മുന്നോട്ട് പോകും തോറും സ്കിന്നിന് മറ്റുള്ള പ്രശ്നങ്ങളോ റിങ്കിൾസോ ഒന്നും വരാതെ സ്കിൻ നല്ലപോലെ ഒരു സോഫ്റ്റ് ആയിട്ടും നല്ലപോലെ ഒരു ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും നിർത്തുന്നതാണ്. അങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് പാലാണ്. ശുദ്ധമായിട്ടുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ആക്കുന്നതിന് പാലാണ് ഉപയോഗിക്കേണ്ടത്. പാല് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ പാല് കുറച്ച് ചേർത്തിട്ടുണ്ട്. മിക്സ് ആക്കിയതിന് ശേഷം ഇനിയും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ പാല് ഇതാ ഞാൻ ചേർക്കുകയാണ്. കുറച്ചും കൂടി പാല് വേണം മിക്സ് ആവാനായിട്ട്. കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് റോ മിൽക്കാണ് കേട്ടോ, അതായത് നമ്മുടെ കാച്ചാത്ത പാല് തന്നെ വേണം. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കൽ. അതായത് നമ്മൾ ഫേഷ്യൽ എല്ലാം ദിവസവും അല്ലല്ലോ ചെയ്യുന്നത്. ചില ആൾക്കാർ ആഴ്ചയിൽ ചെയ്യും, ചില ആൾക്കാർ മാസത്തിൽ ചെയ്യും. ഈ ഒരു നാച്ചുറൽ ഫേഷ്യൽ ആയതുകൊണ്ട് ആഴ്ചയിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. സ്കിൻ നല്ല പോലെ ഒരു അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളോട് വിശദമായി പറഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ഫേഷ്യൽ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫേസിലിട്ടുള്ള ചേഞ്ചസും ഒക്കെ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം.
അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ കഴിയുന്ന ഫേഷ്യൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏതൊരു കാര്യം ഫേസിലിടുന്നതിൻ്റെ മുന്നേ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഞാൻ നമ്മുടെ ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ കഴിയുന്ന ഫേഷ്യൽ പാക്ക് ഞാൻ ഫേസിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സാധിക്കുന്നതാണ്. ഒരു 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് വെച്ച ശേഷം നല്ലതുപോലെ ഡ്രൈ ആവുമ്പോൾ കുറച്ച് വെള്ളം മുഖത്ത് തേച്ചതിന് ശേഷം സ്ക്രബ് ചെയ്തിട്ട് വേണം ഇത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ ഫേസിനകത്തുണ്ടാവുന്ന ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെയും നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഫേഷ്യലിനെക്കാട്ടിലും നല്ലൊരു മാറ്റം കാണുന്നതാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട്. അധികം സമയമൊന്നും നമുക്ക് കളയണ്ട. വെറും ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. കണ്ടോ, തുളച്ചിട്ടുള്ള ചേഞ്ചസ് കണ്ടോ? ഞാൻ മറ്റുള്ള ഒന്നും എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല. ആ ഒരു പാക്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസ് ആണ് കാണാൻ സാധിക്കുന്നത്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ, ചേഞ്ചസ് കാണുന്നതാണ്. ഇതൊക്കെ കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നിന് നിറം നൽകാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ഇപ്പം നിങ്ങളുടെ ചർമ്മത്തിന് എത്ര നിറമില്ലെങ്കിലും ഈ പറയുന്ന കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ നിറം വെക്കുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്ക്. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തിളക്കം കാണുമ്പോൾ നിങ്ങൾ പോലും ഞെട്ടും. അത്രമാത്രമാണ് ചർമ്മത്തിന് നിറം നൽകുന്നത്. അതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ചെയ്തു നോക്കണേ കേട്ടോ. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും കേട്ടോ മറക്കരുതേ കേട്ടോ. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുതേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.